കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതിൻ്റെ തുടർച്ചയായി സംസ്ഥാന പോലീസ് മേധാവിയെ നേരിൽ കണ്ട ഈ ആരോപണങ്ങളുടെ തുടർച്ചയായുള്ള തെളിവുകളും പി വി അൻവർ MLA കൈമാറി കഴിഞ്ഞു. പോലീസ് മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? പ്രതീക്ഷ 100%. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യത, പ്രതീക്ഷയ്ക്ക് ഒരു കുറവില്ല. വളരെ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നീങ്ങുന്നു. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വളരെ എന്താ പറയുക, ന്യായമായ രീതിയിൽ തന്നെ എൻക്വയറി പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം തുടങ്ങി ADGP MR അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയും. എന്തായിരുന്നു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും DGPയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്? അല്ല, DGPയെ ഞാൻ കാണുമെന്ന് പത്രക്കാരോട് പറഞ്ഞുള്ളൂ. ADGPയുടെ മൊഴി എടുക്കുന്നത് എന്നുള്ള വിവരം വരുമ്പോഴാണ് അറിയുന്നത്. അതും ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതായത് കണ്ടതിൻ്റെ ഉദ്ദേശം ഇതുവരെയുള്ള, കാരണം ഇതിൻ്റെ അന്വേഷണ തലവൻ അദ്ദേഹമാണ്, സ്വാഭാവികമായും പരാതിക്കാരൻ ഞാനാണ്. ആ നിലക്ക് അദ്ദേഹത്തെ കാണേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ നിലക്കുള്ള കാഴ്ചയായിരുന്നു. അതോടൊപ്പം ഒരു പുതിയ 3-4 പെറ്റീഷൻ കൂടി ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അവർക്ക് ആഗ്രഹമുള്ള ആളുകളുടെ ഫോൺ ചോർത്തും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പോലീസ് റിപ്പോർട്ട്. അപ്പോൾ ആ കാര്യവും ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നടപടി വേണമെന്ന് പറഞ്ഞ് എന്താ പറയുക, ഈ ലെറ്റർ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അത് കാണാതെ പോയതാണോ, അത് എങ്ങനെയാണ് കാണാതെ പോയതെങ്കിൽ എങ്ങനെയാണത് കാണാതെ പോയത്, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ആരെങ്കിലും പൂഴ്ത്തിയതാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണം. ഈ ചട്ടവിരുദ്ധമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി ADGP MR അജിത് കുമാർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെ നിലനിർത്തി, പദവിയിൽ നിലനിർത്തിയുള്ള അന്വേഷണം എത്രത്തോളം അത് പ്രായോഗികമായി ഉദ്ദേശിച്ച ഒരു ഫലം ചെയ്യുമോ? അല്ല, അതിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ നൽകിയ ആ കത്തിലെ മറ്റൊരു പ്രധാന ആവശ്യം അതാണ്. കാരണം ഞാൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ എൻ്റെ കയ്യിലുള്ളത് കുറേ സൂചനാ തെളിവുകളും അതിനോട് ബന്ധപ്പെട്ട തെളിവുകളുമാണ്. ഇനിയും ഒരുപാട് തെളിവുകൾ ഈ കേസന്വേഷണത്തിൽ നമ്മൾ നൽകേണ്ടതുണ്ട്. അത് നൽകാൻ തയ്യാറായിരുന്ന പലരും ഉണ്ടായിരുന്നു. അതിൽ നിലവിൽ സർവീസിലുള്ള ആളുകളുണ്ട്, പോലീസിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പൊതുസമൂഹത്തിൽപ്പെട്ടവരുണ്ട്, പത്രമാധ്യമ പ്രവർത്തകരുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ ഒന്നാം ഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ എന്നുമായി ഇൻട്രാക്ട് ചെയ്തെങ്കിലും ഇദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാനത്ത് ADGP അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിൻ്റെ ആ പൊസിഷനിൽ ഇപ്പോഴും ഇരിക്കുമ്പോൾ അവർക്കൊക്കെ ഭയപ്പാടാണ്. പലരും തുറന്നു പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ഇരുന്നാൽ അദ്ദേഹം വീണ്ടും ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ ജീവിക്കണ്ടേ, ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു സദുദ്ദേശത്തിന് വേണ്ടിയാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് അദ്ദേഹം ആ സീറ്റിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. എനിക്ക് തെളിവ് തരാമെന്ന പല ആളുകളും പിന്മാറിയിട്ടുണ്ട്. ആ കാര്യം ബഹുമാനപ്പെട്ട DGPയെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബോധ്യപ്പെടുത്തുക മാത്രമല്ല, കൊടുത്ത പരാതിയിൽ ആ കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുക എന്നത് മൃഗീയമായി ഉപദ്രവിക്കും. അത് എത്രയോ പോലീസുകാർ ഈ സങ്കടങ്ങൾ ഇതിന് മുമ്പും എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതിലേറെ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യത്വവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്ത് മൃഗീയമായ നിലപാടും എടുക്കാൻ ശേഷിയുള്ള ഒരു മനസാക്ഷിയില്ലാത്ത ഒരു വ്യക്തി ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമാണ് ഈ തെളിവ് തരാൻ വരുന്നവരൊക്കെ പിന്നോട്ട് മാറും. സർക്കാരിൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ടും എടുക്കാതെയും അദ്ദേഹം ഇവിടുന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് സിംഗപ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പെർമിഷൻ എടുക്കുന്നത് സിംഗപ്പൂരിലേക്കാണ്. സിംഗപ്പൂരിൽ ഒരു ദിവസം 2 ദിവസം വന്നിട്ട് നേരെ വരുന്നത് ദുബായിലേക്കാണ്. ദുബായിൽ ദിവസങ്ങളോളം നിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കണം. എന്തായിരുന്നാലും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും LDF കൺവീനർക്കും ആ പരാതി ഞാൻ നൽകുന്നുണ്ട്. ആ പരാതിയിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അത് പരാമർശിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഒരു സംവിധാനമുള്ള കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണല്ലോ CPM. ആ CPM അത് മുഖവിലക്കെടുക്കുമെന്നും ആ രീതിയിൽ തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. അൻവർ പരാതി തന്നിട്ടില്ല, തന്നാൽ ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞതാണല്ലോ. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പരാതികൾ നൽകുന്നത്. അത് വളരെ ഗൗരവപൂർവ്വം പാർട്ടി ഞാൻ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിച്ച് അത് വസ്തുതാപരമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടാൽ അതിൽ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ? അല്ല, ഭയമൊന്നുമില്ല. ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഭയപ്പെടുകയാണെങ്കിൽ പണിക്ക് ആദ്യം നിൽക്കണ്ടല്ലോ. ഇപ്പം വീട്ടുകാരെ വകവരുത്തുന്ന രീതിയിൽ ഒരു അനോണിമസ് ലെറ്റർ വന്നിട്ടുണ്ട്. അത് DGP കൈമാറിയിട്ടുണ്ട്. അവർ പരിശോധിക്കട്ടെ.
എൻ്റെ വീട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. അത് അവർക്ക് നൽകിയിട്ടുണ്ട്, അവരാലോചിക്കും, തീരുമാനിക്കും, അത്രയേ ഉള്ളൂ.